അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എ ടേം ഇൻ ദ അരിത്തമാറ്റിക് സീക്വൻസ് 258 ഈസ് 2500. വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? അപ്പോൾ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ എഫ് ഉണ്ട്, ഫസ്റ്റ് ടേം 2, ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 3. ഓക്കെ, 3 ഇൻറ്റു n പ്ലസ് 2 minus 3. 3n plus 2 minus 3. 3n minus 1 square ആണ്. 3n minus 1 the whole square ആണ് 2500. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3n minus 1 is equal to root of 2500 is equal to 50. 3n minus 1 is equal to 50. 3n is equal to 50 plus 1. 3n is equal to 51. n is equal to 51 divided by 3. 17. 17th പൊസിഷനിലുള്ള ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. 2500 is the square of the 17th term of the arithmetic sequence. 17ാമത്തെ പൊസിഷനിലെ ടേമിൻ്റെ സ്ക്വയർ ആണ് 2500 എന്ന് പറയുന്നത്. 2000 rupees was deposited in a scheme in which interest is compounded annually. After 2 years, the amount in the account was 2205 rupees. What is the rate of interest? ഒരു സ്കീമിൻ്റെ ഭാഗമായി നിക്ഷേപിച്ചിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ആനുവലിയാണ്, കോമ്പൗണ്ടഡ് ആനുവലി. ഇൻട്രസ്റ്റ് ആനുവലിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ 2 years, amount in the account was 2205. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിലെ ഈ 2000 എന്ന് പറയുന്ന എമൗണ്ട് 2205 രൂപയായി മാറിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 6 എടുക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. പി ഇൻറ്റു 1 പ്ലസ് ആർ ഡിവൈഡ് ബൈ 100 ദ ഹോൾ റൈസ് ടു n. ഇതാണ് 2205 എന്ന് പറയുന്നത്. 2205. അപ്പോൾ നമുക്കിതിൽ പി അറിയാം. പി എത്രയാണ്? 2000. ആർ അറിയില്ല, n അറിയാം, 2 വർഷം. നമുക്കതെല്ലാം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. 2000 ഇൻറ്റു 1 പ്ലസ് ആർ അറിയില്ല, 100 റേസ് ടു 2 ഈസ് ഈക്വൽ ടു 2205. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ബ്രാക്കറ്റുള്ളത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇട്ടേക്കുക. 1 പ്ലസ് ആർ ബൈ 100 ദ ഹോൾ റേസ് ടു 2 ഈസ് ഈക്വൽ ടു 2205 ഡിവൈഡ് ബൈ 2000. 1 plus r divided by 100 is equal to എത്ര കിട്ടുന്നത്? 441 divided by 400. അതായത് 5 കൊണ്ട് വെട്ടി ചെയ്യുക. 5 2205 441 പ്രാവശ്യവും 5 2000 400 പ്രാവശ്യമുണ്ട്. ഇനി 1 plus r divided by 100 is equal to root of 441 divided by 400. 1 plus r divided by 100 is equal to 441ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 21 ഡിവൈഡ് ബൈ 400 20. നോക്കൂ, r ഡിവൈഡ് ബൈ 100
is equal to 21 divided by 20 minus 1. R divided by 100 is equal. ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക. 20 into minus 1 minus 20. ഇത് അതുപടി തന്നെ ഇവിടെ ഉണ്ടാവും. എന്താണ്? അതിൽ നിന്ന് ഈ മൈനസ് 20 കുറയ്ക്കുക. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 20 തന്നെ. ഈസ് ഈക്വൽ ടു 1/20. അല്ലേ? 21 മൈനസ് 20യിൽ കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. 1 ഡിവൈഡ് ബൈ 20. R ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1/20. നമുക്ക് R ആണ് കാണാനുള്ളത് അല്ലേ? R ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് കൊണ്ടുപോവുക. 100നെ 1/20 ഇൻറ്റു 100. R is equal to 1 into 100. 100 divided by 20. 20 100ൽ 5 times ഉണ്ട്. അപ്പോൾ R is equal to 5%. Okay.